ഇനി നമ്മൾ 12ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ നമ്മുടെ 12ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ഓക്കെ, കൺസിഡർ റീജിയൻ. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്നുള്ളൊരു ചോദ്യമാണ്. സോ അപ്പൊ നമ്മൾ നോക്കിക്കാൻ മക്കൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സ് വൈ ദെൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു വൈ ദെൻ ലെസ് ദാൻ ഈക്വൽ ടു 9 മൈനസ് 11/3x² when x greater than 0. The area of the largest rectangle of sides parallel to the coordinate axis inscribed in R എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഗ്രാഫ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഗ്രാഫ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇതാ നോക്കിക്കേ, ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ്. ഒരു കാര്യം മനസ്സിലായി, ഇത് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആണ് അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ നമുക്കറിയാം. നമ്മൾ പ്ലോട്ട് ചെയ്തു. ഓക്കെ, റെഡി. നെക്സ്റ്റ് ഇത് നോക്കിയേ. ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു പരാബോളയാണ്. സോ പരാബോളയാണ്. അപ്പം വെർട്ടെക്സ് മേലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും വരുന്നത്. ഓക്കെ, സോ വെർട്ടെക്സ് മേലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന പരാബോള നമുക്ക് ഇപ്പൊ എങ്ങനെ വരയ്ക്കാം? മേലോട്ട് വരയ്ക്കണം അല്ലെ? സോ മേലോട്ട് നിൽക്കുന്ന പരാബോള ഇങ്ങനെ നിൽക്കും നമുക്ക്. ഓക്കെ, സോ ഇപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ പരാബോള നിൽക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് ആണോ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പൊ ഈ രീതിയിലായിരിക്കും നമുക്ക് പരാബോള നിൽക്കുന്നത്. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് എന്താ പറയുന്നത്? അപ്പൊ ഇത് നമുക്ക് വരുന്നത് നമ്മുടെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു 9 മൈനസ് 11/3x² എന്നുള്ള പരാബോളം. ദെൻ ഇത് y ഈക്വൽ ടു x ആയിരിക്കും കിട്ടുന്നത്. ദെൻ ഇവിടെ ഇന്റർസെക്ഷൻ പോയിന്റ് നമുക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് അതൊക്കെ നമുക്ക് കിട്ടി. ദെൻ നമ്മളോട് ഇനി എന്താ പറയുന്നത്? ദ ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് റെക്ടാംഗിൾ ഓഫ് സൈഡ്സ് പാരലൽ ടു ദി കോർഡിനേറ്റ് ആക്സിസ്. സൈഡ്സ് പാരലൽ ടു ദി കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് വേണ്ട ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ റെക്ടാംഗിൾ വരുന്നത്. ഓക്കെ അല്ലേ? സോ റെക്ടാംഗിൾ നമുക്ക് ഇതിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ റെക്ടാംഗിൾ ഞാൻ ഇൻസ്ക്രൈബ് ചെയ്താൽ എനിക്ക് എങ്ങനെ കിട്ടും? ഈ ഒരു ഫോമിലായിരിക്കും എനിക്ക് റെക്ടാംഗിൾ കിട്ടുന്നത്. ഓക്കെ, പാരലൽ ടു ദി കോർഡിനേറ്റ് ആക്സിസ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. സോ അപ്പൊ അതിന്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഏരിയ ഓഫ് ദി ലാർജസ്റ്റ് റെക്ടാംഗിൾ ഓഫ് സൈഡ്സ് ഓഫ് പാരലൽ ടു ദി കോർഡിനേറ്റ് ആക്സിസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ആർ. അതാണ് നമുക്ക് വേണ്ടത് ആക്ച്വലി. റെഡി അല്ലേ മക്കളെ? സോ നെക്സ്റ്റ് നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടി ആയിരിക്കും വരുന്നത്. ടി ആയിരിക്കും വരുന്നത്. റെഡി അല്ലേ? സോ നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഈ പോയിന്റ് നമുക്ക് ടി കോമ 9 മൈനസ് 11t²/3 എന്നും കിട്ടും. റെഡിയാണോ മക്കളെ? സോ അപ്പം ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ അല്ലേ വേണ്ടത്? സോ നമുക്ക് ടി ഇൻറ്റു, സോ അത് എത്ര കിട്ടും? നമുക്ക് ടി ഇൻറ്റു എത്ര കിട്ടും? 9 മൈനസ് 11t²/3 മൈനസ് ടി എന്ന് വരും. സോ ഇത് നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏരിയ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 9t മൈനസ് 11 അല്ലെങ്കിൽ t² മൈനസ് 11t³ എന്ന് വരും. റെഡി അല്ലേ? സോ നമുക്ക് ഇനി ഏരിയ മാക്സിമം കണ്ടുപിടിക്കണം. നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം. dA/dt എടുക്കണം. സോ ആക്ച്വലി ഇത് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസും അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും ഏത് ചാപ്റ്ററിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. സോ അപ്പൊ നമുക്ക് ഇത് ചെയ്താൽ എത്ര കിട്ടും? 9 മൈനസ് 2t മൈനസ് 11t² എന്ന് വരും. റെഡി അല്ലേ മക്കളെ? ഓക്കെ, സോ അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത് നമുക്കിനി ഇത് മാക്സിമം ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിത് 0 ഇക്വേറ്റ് ചെയ്യുന്നു. സോ അപ്പൊ നമുക്ക് 11t² പ്ലസ് 2t മൈനസ് 9 ഈക്വൽ ടു 0 വരും. സോ ഇവിടെ നിന്ന് നമ്മൾ t ഈക്വൽ ടു നമുക്ക് -1ഉം t ഈക്വൽ ടു 9/11 ആയിരിക്കും നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് t² കോഎഫിഷ്യന്റ് നെഗറ്റീവ് വന്നതുകൊണ്ട് ബേബി കർവ് മെത്തേഡ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? മൈനസ് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സൈന് ഇട്ട് കൊടുക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? റെഡി. സോ അങ്ങനെയാണ് നമുക്ക് മാക്സിമം ആണ് വേണ്ടത് അല്ലേ? സോ നെഗറ്റീവ് ടു പോസിറ്റീവ് നമ്മുടെ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നു. പോസിറ്റീവ് ടു നെഗറ്റീവ് നമ്മുടെ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. ആ രീതിയിലാണ് വരുന്നത്. സോ അപ്പൊ നമുക്ക് മാക്സിമം വാല്യൂ വരുന്നത് എവിടെയായിരിക്കും? മാക്സിമം അറ്റ് നമുക്കറിയാം നെഗറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ടു പോസിറ്റീവ്, ദെൻ പോസിറ്റീവ് ടു നെഗറ്റീവ്, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് അല്ലെ? നെഗറ്റീവ് ടു പോസിറ്റീവ്, ദെൻ പോസിറ്റീവ് ടു നെഗറ്റീവ്. സോ മാക്സിമം വരുന്നത് എവിടെയാണ്? ഇവിടെ ആയിരിക്കും നമുക്ക് മാക്സിമം വരുന്നത് അറ്റ് 9/11. മാക്സ് അറ്റ് 9/11 ആണ്. സോ അങ്ങനെയാണ് ലാർജസ്റ്റ് ഏരിയ നമുക്ക് എത്ര കിട്ടും? ലാർജസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ടിക്ക് നമ്മൾ 9/11 ഇട്ട് കൊടുക്കുന്നു. സോ അപ്പൊ നമുക്ക് 9 മൈനസ് 11/3
ദെൻ നമുക്ക് എത്ര കിട്ടും? ദെൻ 81/121 മൈനസ് 9/11 കിട്ടും. സോ നമ്മുടെ വാല്യൂ 9/11 ദെൻ 63/11 കിട്ടും. സോ 567/121 നമുക്ക് കിട്ടും. ഓക്കെ, റെഡിയാണോ മക്കളെ? സോ ഇതിന്റെ ആൻസർ നമുക്ക് എത്ര വരും? ഓപ്ഷൻ 3 ആയിരിക്കും. 567/121 ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. റെഡി അല്ലേ?